Access with Speech. Access with Speech. A self-learning series for visually challenged. ഈ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. ആക്സസ് വിത്ത് സ്പീച്ചിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നാം യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുകയും അതിലെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ എങ്ങനെയാണ് ഒരു ടോക്ക് ബാക്ക് യൂസർ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുകയുമാണ് ചെയ്തത്. ഇന്ന് അതേ ആപ്ലിക്കേഷനിലെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറായ പ്ലേലിസ്റ്റുകൾ എന്താണെന്നും അവയുടെ സാധ്യതകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുമാണ് നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാൻ യൂട്യൂബ് ആപ്ലിക്കേഷൻ തുറക്കുകയാണ്. ഞാൻ സെർച്ച് എടുക്കുകയാണ്. ഞാൻ ഇവിടെ നമ്മുടെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം വളരെ സുപരിചിതമായ, നമുക്കെല്ലാവർക്കും ഇപ്പോൾ മലയാളികൾക്ക് വളരെ പ്രയോജനകരമായ വിക്ടേഴ്സ് ചാനലിനെ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. വിക്ടേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുകയാണ് സെർച്ച് റിസൾട്ടുകളിലൂടെ വായിച്ചു നോക്കാൻ. ഇതാണ് വിക്ടേഴ്സ് ചാനൽ. ഞാൻ ചാനലിലേക്ക് പ്രവേശിക്കുകയാണ്. ഡബിൾ ടാപ്പ് ചെയ്യുന്നു. ഒരു ചാനൽ നമ്മൾക്ക് അതാണോ എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ എബൌട്ട് എന്ന് പറയുന്ന ഭാഗത്ത് പോയി വായിച്ചാൽ മതി. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് ഞാൻ എബൌട്ട് ടാബിലേക്ക് വരികയാണ്. എനിക്ക് ഓൾറെഡി ഗവൺമെൻറ് ഓഫ് കേരള ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ചാനൽ ഞാൻ ഉദ്ദേശിച്ച ചാനലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലേക്ക് പോവുകയാണ്. ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് എബൌട്ട് ടാബിൽ ഡബിൾ ടാപ്പ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് വായിച്ചു നോക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വീഡിയോസ്, ലേറ്റസ്റ്റ് വീഡിയോസ് മുകളിൽ തന്നെ കിടപ്പുന്നുണ്ടാവും. 9ാം ക്ലാസ്സിലെ മലയാളം പാഠാവലിയാണ്. ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുകയാണ് അത് പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താണ്. ഞാനതിനെ പോസ് ചെയ്തു. ഇനി നാം ഇതിനെ എങ്ങനെയാണ് ഒരു പുതിയ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഒരു പുതിയ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് ആഡ് ചെയ്യണം. അതിന് നാം ചെയ്യേണ്ടത് എന്താണ്, ആഡ് ടു പ്ലേലിസ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ആഡ് ടു പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷനിൽ ഡബിൾ ടാപ്പ് ചെയ്യുകയാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ബോട്ടം കോർണറിൽ താഴെ വലതുവശത്തുള്ള താഴെ കോർണറിൽ ഫിംഗർ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ചെറിയ കൺട്രോൾ ലഭിക്കുന്നതായിരിക്കും. ആ കൺട്രോളിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫോൾട്ട് പ്ലേലിസ്റ്റ് മാറ്റുവാനും പുതിയ പ്ലേലിസ്റ്റ് ഉണ്ടാക്കുവാനും അതല്ല മറ്റൊരു പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യുവാനുമുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. സേവ് ടു പ്ലേലിസ്റ്റിൽ വന്നു. ഡബിൾ ടാപ്പ് ചെയ്യുകയാണ്.
Recent playlist exploration of Android with talkback. Change out of list. ചേഞ്ച് കൊടുക്കുകയാണ്. ചേഞ്ച് എന്നുള്ള കൺട്രോളാണ് ഡൗൺ. Close dialog. Showing items 1 to 4. Save video to in list. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. സേവ് വീഡിയോ ടു New playlist. ന്യൂ പ്ലേലിസ്റ്റ്. Not ticked. Tick box. Watch later private. വാച്ച് ലേറ്റർ. Ticked. Tick box. Exploration of Android with talkback public. എക്സ്പ്ലോറേഷൻ ഓഫ് ആൻഡ്രോയിഡ്. Done. Out of list. ഇത്രയും പ്ലേലിസ്റ്റുകളാണുള്ളത്. ഞാനൊരു ന്യൂ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. Ticked. Not ticked. New playlist. ന്യൂ പ്ലേലിസ്റ്റ്. Minimize all options. Hide controls. Play video. Previous video. Rewind 10 seconds. Fast forward 10 seconds. Next video. 170. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. Privacy. Drop down menu. Private. Private. Title. Edit box. New playlist. Title. Edit box. ടൈറ്റിൽ Showing English Indian. Keyword in keyboard. മൈ ക്ലാസ് എന്ന് കൊടുക്കുകയാണ്. Capital P. Capital N. No capital M. Cap. Y. Y. Space. My. Privacy. Editing. My class. Edit. Privacy. പിന്നീട് പ്രൈവസി സെറ്റ് ചെയ്യാൻ Drop down menu. Private. പ്രൈവറ്റ് എന്നാണ് കൊടുക്കുന്നത്. ഞാൻ അവിടെ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Not ticked. Public. വരുന്ന പോപ്പപ്പിൽ നിന്നും Not ticked. Unlisted. അൺലിസ്റ്റഡ്, Ticked. Private. പ്രൈവറ്റ്, Not ticked. Unlisted. അൺലിസ്റ്റഡ്, Not ticked. Public. പബ്ലിക്. ഞാൻ ഇതിനെ ഒരു പബ്ലിക് പ്ലേലിസ്റ്റായാണ് നിർമ്മിക്കാൻ വിചാരിക്കുന്നത്. കാരണം പബ്ലിക് പ്ലേലിസ്റ്റ് ആണെങ്കിൽ വേറെ ആരായാലും സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഈ പ്ലേലിസ്റ്റ് അവരുടെ ഗൂഗിൾ സെർച്ചിലോ യൂട്യൂബ് സെർച്ചിലോ കിട്ടുന്നതായിരിക്കും. നമ്മൾ അതേസമയം Not ticked. Unlisted. അൺലിസ്റ്റഡ് എന്ന രീതിയിലാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ പേഴ്സണലി ആർക്കാണോ ഷെയർ ചെയ്യുന്നത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പ്ലേലിസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷൻ Ticked. Private. പ്രൈവറ്റ്. ഈ പ്രൈവറ്റ് പ്ലേലിസ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രൈവറ്റ് വീഡിയോസ് ആണ്. നിങ്ങൾക്ക് മാത്രമേ അതിലുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും അല്ലെങ്കിൽ യൂസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഞാൻ എന്തായാലും ഒരു പബ്ലിക് പ്ലേലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. Not ticked. Not ticked. Public. New playlist. Drop down menu. Public. Cancel. Create. ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. YouTube video player. Double tap to show controls. Playlist created. ഇപ്പോൾ എന്ത് പറ്റി? ആ പ്ലേലിസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. നാം വീണ്ടും വിക്ടേഴ്സ് ചാനലിൻ്റെ ഹോം പേജിലേക്ക് പോവുകയാണ്. Kite Victors STD09 Malay. It's Victors 80. Did you mean Victors? It's Victors 80.8 lakh subs. 4K videos. ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Video player. Double tap to show controls. It's Victors 80. Subscribe to its community button. Out of list. മുകളിലുള്ള ടാബുകളിൽ പ്ലേലിസ്റ്റ് എന്നുള്ള ടാബിലേക്ക് വരികയാണ്. Playlists button. ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Playlists selected. ഇപ്പോൾ ഈ വിക്ടേഴ്സ് എന്ന ചാനലിൽ 39. ചാനൽ ഉടമകൾ എങ്ങനെയാണോ അവരുടെ വീഡിയോകൾ എത്ര പ്ലേലിസ്റ്റുകളായാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ പ്ലേലിസ്റ്റുകളുടെ എല്ലാം ലിസ്റ്റുകളാണ് നമുക്കിവിടെ ലഭിക്കുക. നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് എന്തെല്ലാം പ്ലേലിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. Community button. Channels button. About button. Created playlists heading in list. ക്രിയേറ്റഡ് പ്ലേലിസ്റ്റ് ഹെഡിങ്, അതിന് താഴെയായിരിക്കും ആ പ്ലേലിസ്റ്റുകൾ ഉണ്ടാവുക. 21 videos. General studies. 21 videos. ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് 21 വീഡിയോസ് ഉണ്ട്. Menu 43 videos. Kiliconsole 43 videos. കിളിക്കൊഞ്ചൽ എന്ന പ്ലേലിസ്റ്റിൽ 40 സംതിങ് വീഡിയോസ് ഉണ്ട്. Menu 130 videos. STD9 first bell 130 videos. STD9 ഫസ്റ്റ് ബെൽ 130 വീഡിയോ. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, അത് 9ാം ക്ലാസ്സിലെ കുട്ടിയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വിക്ടേഴ്സിൽ വന്നിങ്ങനെ സെർച്ച് ചെയ്യാനോ ഇതിനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ പ്ലേലിസ്റ്റ് എൻ്റെ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്താൽ മതിയാവും. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. Menu button 130 videos. STD9 first bell 130 videos. ഞാൻ ഈ 9ാം ക്ലാസ്സിലെ പ്ലേലിസ്റ്റാണ് എൻ്റെ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. പ്ലേലിസ്റ്റ് തുറന്നു വന്നു. To 5 navigator. STD9 first bell. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുകയാണ്. Search. 4 options. STD9 first bell. Shuffle play. Save playlist button. Download. Share playlist button. Download. Save playlist button. Save. Dream 11 daily dream team suggestions. MIBSCSK dream. Download. Save playlist button. ഈ സേവ് പ്ലേലിസ്റ്റ് എന്നതിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതിയാവും. Remove from library. Added to library.
റിമൂവ് ഫ്രം ലൈബ്രറി എന്ന് പറഞ്ഞു, ആഡഡ് ടു ലൈബ്രറി. അതിൻ്റെ അർത്ഥം എന്താണ്? ഓൾറെഡി എൻ്റെ ലൈബ്രറിയിലേക്ക് ഈ പ്ലേലിസ്റ്റ് ആഡായി. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഡൗൺലോഡ് നമുക്ക് എന്താ പറയുക, ഓഫ്ലൈനിൽ ഏതെങ്കിലും ഈ പ്ലേലിസ്റ്റ് വ്യൂ ചെയ്യണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ വൈഫൈ എനേബിൾഡ് ആണെങ്കിൽ ഇത് നിങ്ങളുടെ എന്താ പറയുക മൊബൈലിൽ ഈ പ്ലേലിസ്റ്റ് മൊത്തം വീഡിയോ ആയി ഡൗൺലോഡായി നിങ്ങളുടെ ലൈബ്രറിയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഏരിയയിൽ അല്ലെങ്കിൽ ഇതേ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് പ്ലേ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല. വീണ്ടും ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. ഷെയർ പ്ലേലിസ്റ്റ്. എനിക്കിപ്പോൾ ഈ പ്ലേലിസ്റ്റ് ഇപ്പോൾ 9ാം ക്ലാസ്സിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾക്ക് ഇപ്പോൾ ഈ പ്ലേലിസ്റ്റ് അയച്ചു കൊടുക്കണേ അവരുടെ വാട്സാപ്പിലേക്ക് എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ കൊടുത്തിട്ട് ഷെയർ ലിങ്ക് ഉപയോഗിച്ച് എനിക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും മതിയാവും. പിന്നീട് പ്ലേ ഓൾ ആണ്. അത് ഈ പ്ലേലിസ്റ്റിൻ്റെ പ്ലേ ഓൾ ആണ്. ഇവിടെ നമ്മൾ പ്ലേ ഓൾ കൊടുത്താൽ ഈ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും 1 by 1 ആയി പ്ലേ ആവാൻ തുടങ്ങും. അതുകൂടാതെ ഇവിടെ ഷഫിൾ പ്ലേ എന്ന് പറയുന്ന ഒരു ബട്ടൺ കൂടിയുണ്ട്. ഇത് എന്താണ് ചെയ്യുന്നത്? ഇതേ ഓർഡറിലല്ല, അത് ഷഫിളായിട്ട്, അതായത് കമ്പ്യൂട്ടർ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ സിസ്റ്റം യൂട്യൂബ് കരുതുന്ന ഒരു ഓർഡറിൽ റാൻഡം വൈസിൽ ഓരോ വീഡിയോസും പ്ലേ ആവും. അത് നമുക്ക് മിക്കവാറും മ്യൂസിക് പ്ലേ ലിസ്റ്റുകളിലൊക്കെ ഈ ഷഫിൾ പ്ലേ ലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തുകൊണ്ട് നമുക്ക് പല മ്യൂസിക്കും മാറി 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 കേൾക്കാനുള്ള ഒരു സൗകര്യം ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കുകയാണ്. ഹോം പേജ് എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ ഇന്നോ നാളെയോ മറ്റന്നാളോ ഞാൻ പ്ലേലിസ്റ്റിലേക്ക് എൻ്റെ പ്ലേലിസ്റ്റുകൾ ഞാൻ എവിടെ പോയാണ് നോക്കുക? അതിന് വളരെ എളുപ്പമാണ്. യൂട്യൂബ് തുറക്കുക. ഏറ്റവും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏറ്റവും ഡൗണിൽ ലൈബ്രറി എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ലൈബ്രറിയിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. ലൈബ്രറിയിൽ ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ A to Z എന്ന് വായിച്ചു. ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യാണ്. ഞാൻ ലാസ്റ്റായി കണ്ട വീഡിയോ ആണത്. അതെല്ലാം ഞാൻ കുറച്ച് നേരത്തെ കണ്ട വീഡിയോസാണ്. ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ താഴെ ഡൗൺലോഡ്സ് ഉണ്ടാവും. യുവർ വീഡിയോസ്, നമ്മൾ ഏതെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിസ്റ്റ് ആയിരിക്കും. പർച്ചേസസ്, നിങ്ങൾ ഒരു പ്രൈം കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കും. വാച്ച് ലേറ്ററിൽ എന്താണ് ഉണ്ടാവുക? നമ്മൾ പിന്നീട് കാണാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സേവ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത വാച്ച് ലേറ്ററിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ ആ വീഡിയോസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? പ്ലേലിസ്റ്റ് എത്തി. ന്യൂ പ്ലേലിസ്റ്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു പ്ലേലിസ്റ്റ് തുറക്കുകയോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റാണ് എക്സ്പ്ലോറേഷൻ ഓഫ് ആൻഡ്രോയിഡ് വിത്ത് ടോക്ക് ബാക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈക്ക് വീഡിയോസ്, മൈ ക്ലാസ് നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കിയ ആ പ്ലേലിസ്റ്റാണ്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഷഫിൾ പ്ലേ, ഡൗൺലോഡ്, ഷെയർ പ്ലേലിസ്റ്റ്, എഡിറ്റ് പ്ലേലിസ്റ്റ്, സോർട്ട്, പ്ലേ ഓൾ. ഇവിടെ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്താൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതിനെ പ്ലേ ചെയ്യാം. ഞാനിത് പ്ലേ ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാനിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ മുകളിൽ മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടും. അത് തുറക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിലീറ്റ് പ്ലേലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതെനിക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്ലേലിസ്റ്റ് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്.
delete button. Cancel delete button. Playlist deleted. YouTube notifications button. Showing items 4 to 40. Liked videos 2. My class 1 video. Video. ഇപ്പോഴും മൈ ക്ലാസ്സിൽ 1 വീഡിയോ കാണിക്കുന്നത് ഒന്ന് റിഫ്രഷ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. 20 recommendations. ഞാനതിനെ ബാക്ക് പോയി തിരിച്ചു വരികയാണ്. ലൈബ്രറി തുറക്കുന്നു. കേടാ അതൊന്ന് റിഫ്രഷ് ആയപ്പോൾ എന്ത് പറ്റി, ആ പ്ലേലിസ്റ്റ് അവിടെ നിന്ന് പോയി. ഇനി ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ എന്ത് ചെയ്ത് വിക്ടേഴ്സിൽ നിന്ന് ആഡ് ചെയ്ത STD9 എന്ന പ്ലേലിസ്റ്റ് ഇവിടെ ഉണ്ട്. അതൊന്ന് തുറന്നു നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ പ്ലേ ചെയ്യണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് പ്ലേ ഓൾ വേണമെങ്കിൽ അത് കൊടുക്കാം. അതല്ല അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സാധാരണ പോലെ ചെയ്യാം. പിന്നെ ഇവിടെ ഓരോ ഓപ്ഷന് നേരെ ചെറിയൊരു മെനു ബട്ടൺ ഉണ്ട്. അത് തുറന്നു നോക്കിയാൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷനാണ് കിട്ടുക നോക്കാം. നമുക്കിതിൽ ഇവിടെ നിന്ന് വാച്ച് ലേറ്ററിലേക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. വേറെ ഏതെങ്കിലും പ്ലേലിസ്റ്റിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ അതാവാം. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതാവാം. ഷെയർ ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലാസ് ആയിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ബാക്ക് അടിച്ച് പുറത്തോട്ട് പോന്നു. ഞാനിവിടെ ഇതിനിവിടെ നിന്ന് മാറ്റുകയാണ്. റിമൂവ് ഫ്രം ലൈബ്രറി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ പ്ലേലിസ്റ്റ് ഇവിടെ നിന്ന് പൊക്കോളും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.